നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ് ഉരുമി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന് ഏകദേശം 43 വാക്യങ്ങളുണ്ട്. 43 വാക്യങ്ങൾക്കകത്ത് 3 അത്ഭുതങ്ങൾ യേശു ചെയ്തത് നമുക്ക് കാണാം. എന്നാൽ ഈ 5-ാം അധ്യായത്തിൽ 43 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ചെയ്ത 3 അത്ഭുതങ്ങളെ മാത്രം ഈ അധ്യായത്തിൽ നാം കാണുമ്പോൾ ആ 3 അധ്യായത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ച 4-ാം വാക്യം. ആ 4-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആർക്കും അവനെ അടക്കുവാൻ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. അതേ അധ്യായം തന്നെ 25, 26, 27 വാക്യങ്ങൾ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ. 3-ാമത്തെ വിഷയം നിങ്ങൾ കേൾക്കുക. 3-ാമത്തെ വിഷയം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ 35, 36-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിയേ, 1-ാമത്തെ വിഷയത്തിൽ ഒരു ഭൂതഗ്രസ്തൻ അല്ലെങ്കിൽ ഒരു മാനസിക രോഗി, 6000 ദുരാത്മാക്കൾ, ഭൂതശക്തികൾ അവൻ്റെ മേളിലുണ്ട്. അവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയിലിനകത്തിട്ടാൽ, സെല്ലിനകത്തിട്ടാൽ പുള്ളി സെല്ല് പൊളിച്ച് പുറത്തു വരും. വലിയ കമ്പി കൊണ്ടുള്ള ചെങ്ങല കൊണ്ട് പുള്ളിയെ പൂട്ടിയാൽ അദ്ദേഹം ചെങ്ങല പൊട്ടിച്ച് കളയും, നൂല് പൊട്ടിച്ച് കളയുന്ന പോലെ ചെങ്ങല പൊട്ടിച്ച് കളയും. അദ്ദേഹത്തെക്കുറിച്ച് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആർക്കും അവനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന്, ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ 2-ാമത്തെ വിഷയത്തിൽ നമ്മൾ കണ്ടു 25, 26, 27 വാക്യങ്ങളിൽ പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി രക്തസ്രവം എന്ന രോഗസൗഖ്യത്തിനായി എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു, പോകാൻ കഴിയുന്നിടത്തെല്ലാം പോയി. എല്ലാ വൈദ്യന്മാരും ഈ സഹോദരിയെ ചികിത്സിച്ചു. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച പദം ഒട്ടും ഭേദം വരാത്ത സ്ത്രീ. അപ്പോൾ സാധാരണ നിലയിൽ ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോൾ, ഇത്രയും വൈദ്യന്മാരുടെ അടുക്കലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കേണ്ടതല്ലേ? പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു ഒട്ടും ഭേദം വരാത്തവൾ എന്ന് പറഞ്ഞാൽ അവളിപ്പോൾ അനുഭവിക്കുന്ന ആ 12 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തെ ഹാൻഡിൽ ചെയ്യാൻ മനുഷ്യബുദ്ധിക്കോ മരുന്നിനോ വൈദ്യശാസ്ത്രത്തിനോ അന്നത്തെ കാലത്ത് സാധിച്ചില്ല. അപ്പോൾ 1-ാമത്തെ വിഷയത്തിൽ സമൂഹത്തിന്, ഒരു വലിയ സൊസൈറ്റിക്ക് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരൻ. 2-ാമത്തെ വിഷയത്തിൽ ഒരു വൈദ്യശാസ്ത്രത്തിനും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രോഗിയായ ഒരു സ്ത്രീ. 3-ാമത്തെ വിഷയം നമ്മൾ കണ്ടു 35, 36 വാക്യത്തിൽ പള്ളിപ്രമാണിയായ ഒരു മനുഷ്യന് ഒരേ ഒരു മകളുണ്ടായിരുന്നു. ആ മകൾ ദീനമായി കിടന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ആ രോഗത്തെക്കുറിച്ച് പറയാനും ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും വന്നു. എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, ഇനി യേശുവിനോടൊന്നും പറയണ്ട, നിൻ്റെ പൈതൽ മരിച്ചുപോയി, ഇനി നീ വീട്ടിലോട്ട് വരിക, കുഞ്ഞിൻ്റെ അടക്കം നടത്തുക. അപ്പോൾ 3-ാമത്തെ കേസ് നിങ്ങൾ കണ്ടോ? ഇനി ഈ മരിച്ചുപോയ കുഞ്ഞിനെ ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ഇനി ഈ മരിച്ചുപോയ കുഞ്ഞിൻ്റെ വിഷയത്തെ ആർക്ക് വിടുവിക്കാൻ കഴിയും? ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? അപ്പോൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ മനുഷ്യർക്കും സമൂഹത്തിനും മെഡിക്കൽ സയൻസിനും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത 3 കേസുകൾ, 3 വിഷയങ്ങൾ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈസിയായി ഹാൻഡിൽ ചെയ്തു. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, നിങ്ങൾക്ക് തന്നെത്താൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, എത്ര ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളെല്ലാം പരാജയമായി തീർന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ കർത്താവിന് കൈകാര്യം ചെയ്യാൻ കഴിയും. യേശുവിന് ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയം നിങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ടോ? നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ഭർത്താവാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ഭാര്യയാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു ബിസിനസ്സാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രസൻറ്റ് സിറ്റുവേഷനെ നിങ്ങൾക്ക് തന്നെത്താൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ സഫർ ചെയ്യുവാണോ? നിശ്ചയമായിട്ടും നിങ്ങളോട് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത്. നിങ്ങൾക്ക് അധികം ഭാരമുള്ളതിനെ, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിനെ നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് യേശു കർത്താവ് ആ വിഷയത്തിൽ വിടുതൽ തരും. കാരണം രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ യേശുവിൻ്റെ കാതുകൾ മന്ദമായി പോയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യർ 4:13 പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനത്രേ. സഹോദരങ്ങളെ, പലതും നമ്മുടെയൊക്കെ ബുദ്ധിക്ക് പരിധികളുണ്ട്, നമ്മുടെയൊക്കെ കഴിവുകൾക്ക് പരിമിതികളുണ്ട്, നമ്മളുടെയൊക്കെ വിവേകത്തിനും ജ്ഞാനത്തിനുമൊക്കെ അളവുണ്ട്. എന്നാൽ അളവില്ലാത്ത, പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത ശക്തനായവനാണ് സർവശക്തനായ ദൈവം. അവൻ്റെ വാക്കുകൾക്കും അവൻ്റെ പ്രവൃത്തികൾക്കും അവൻ്റെ ജ്ഞാനത്തിനും വിവേകത്തിനും പരിധികളില്ല സഹോദരങ്ങളെ. അവനാൽ അസാധ്യമായതൊന്നുമില്ല. ലൂക്കോസ് സുവിശേഷം 1:37 പറയുന്നു, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ഇരമ്യ 32:27 നാം കാണുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് ചില പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയുന്നു, ബ്രദർ, എനിക്കിത് തന്നെ താൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ എനിക്കാരുമില്ല. ഈ ക്രമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകർ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആ വിഷയത്തിൻ്റെ ഫയൽ നിങ്ങൾ യേശുവിനെ കൈമാറും. കാനാവിലെ വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി, അവിടെ വിളമ്പിക്കൊണ്ടിരുന്ന ആ ഭക്ഷണം തീർന്നുപോയി. എന്നാൽ ആ പാനീയം തീർന്നപ്പോൾ, ആ ഭക്ഷണം തീർന്നപ്പോൾ, സഹോദരങ്ങളെ, ആർക്കും അത് കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ ആ വിഷയത്തിൻ്റെ ഫയൽ മറിയ യേശുവിനെ കൈമാറി. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ആ വിഷയത്തിൻ്റെ ഫയൽ കർത്താവിന് കൈമാറ്. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം നാം നോക്കുമ്പോൾ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിലിരുളുണ്ടായിരുന്നു, അസാധ്യതകളുടെ ഒരു കൂമ്പാരമായിരുന്നു ഈ ഭൂമി. എന്നാൽ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വെള്ളത്തിനു മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര ഇംപോസിബിളായ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ പോസിബിളാക്കാൻ കർത്താവിന് കഴിയും. ജോസഫിൻ്റെ ലൈഫിനെ നിങ്ങൾ നോക്കൂ, ഒത്തിരി ഇംപോസിബിളായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ലൈഫിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം അതിനെയെല്ലാം പോസിബിളാക്കി മാറ്റി, അതിനെല്ലാം യാഥാർത്ഥ്യമാക്കി മാറ്റി, അതെല്ലാം ഒരു അത്ഭുതമാക്കി മാറ്റി. നോക്കിയേ, ഈ 3 കേസുകൾ, സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിക്കുന്ന, ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന ഈ ഭ്രാന്തനെ, ഈ മാനസിക രോഗിയെ ആർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? 12 വർഷമായിട്ട് മുഴുവൻ വൈദ്യന്മാരെ കണ്ട് ചികിത്സിച്ചിട്ടും ഒരു മെഡിക്കൽ സയൻസിനും അല്പം പോലും സൗഖ്യം കൊടുക്കാൻ കഴിയാത്ത ഈ സഹോദരിയുടെ വിഷയം ഇനി ആര് കൈകാര്യം ചെയ്യും? മരിച്ചിട്ട് അടക്കാൻ വെച്ചിരിക്കുന്ന, പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡിയെ ഇനി ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? അതേ സഹോദരങ്ങളെ, മനുഷ്യരാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലവും സാധ്യം. ഈ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ കടലിനക്കരെ ഗദരദേശത്ത് എത്തി. അപ്പോൾ യേശു കർത്താവും ശിഷ്യന്മാരും ഒരു കടൽ ക്രോസ് ചെയ്ത് മറുകര എന്ന മറുകരയിലെത്തി. ആ സ്ഥലത്തിൻ്റെ പേര് ഗദരദേശം എന്നായിരുന്നു. ഇവിടെ അവരെത്തി എന്ന് എഴുതിയിട്ടുണ്ട്. 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവർ ഗദരദേശത്ത് എത്തി എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യം വായിക്കുമ്പോഴാണ് ആ ജേണിയുടെ, ആ യാത്രയുടെ ബിഗിനിങ്, സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ആ ഫിനിഷിങ്ങാണ് കണ്ടത്.
ആ സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടോ, 35-ാമത്തെ വാക്യം, 4-ാം അധ്യായം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എഴുന്നേൽക്കുക, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നോ, എന്തിനു വേണ്ടിയാണ് അക്കരയ്ക്ക് പോകുന്നതെന്നോ, ഇതിൻ്റെ പർപ്പസ് എന്താണെന്നോ ഒന്നും യേശു വെളിപ്പെടുത്തിയില്ല. എഴുന്നേൽക്കുക, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പലപ്പോഴും ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് നമ്മുടെ ചില കംഫേർട്ട് സോണിനകത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറയുമ്പോൾ, പുറപ്പെട്ടു വരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഒരുപക്ഷെ അന്നേരം നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. എന്നാൽ ഞാൻ സ്നേഹത്തോടെ സഹോദരങ്ങളോട് പറയുന്നു, ഒരു പർപ്പസ് ഇല്ലാതെ, ഒരു ഉദ്ദേശമില്ലാതെ യേശു കർത്താവ് ഒരു കാര്യവും ചെയ്യത്തില്ല, ചെയ്യാൻ ആവശ്യപ്പെടത്തില്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാനുള്ള പ്രാപ്തി ദൈവം നമുക്ക് തരാതെ ആ കാര്യം ചെയ്യാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടില്ല. അത് നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളോടത് പറഞ്ഞേക്കുന്നത്. അക്കരയ്ക്ക് പോകുക എന്ന് യേശു കർത്താവ് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം അവർക്ക് മനസ്സിലായില്ല. പക്ഷേ കർത്താവിന് അതിനകത്തൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. നിങ്ങൾ സത്യത്തിലേക്ക് വന്നു. നിങ്ങൾ വചനസത്യം അനുസരിച്ചു. നിങ്ങളായിരുന്ന ചില പാരമ്പര്യങ്ങളെ നിങ്ങൾ കുടഞ്ഞു കളഞ്ഞ് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ, അയ്യോ ദൈവമേ, നീ എന്തിനാ എന്നെ വിളിച്ചത്? നീ എന്തിനാ എന്നെ വേർതിരിച്ചത്? നീ എന്തിനാ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്? നീ എന്തിനാ എന്നോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ കർത്താവെ, ഇതിലേക്ക് നീ എന്നെ ആക്കി വെച്ചത് എന്തിനാ? ഈ സഭയിൽ നീ കൊണ്ടുവന്നത് എന്തിനാ? ഈ ദൈവദാസൻ്റെ കൂടെ നീ എന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാ? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എല്ലാറ്റിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പർപ്പസുണ്ട്, ഒരു പ്ലാനുണ്ട്. ഈ വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ഒരു കാര്യം ചെയ്തിട്ട്, ഐ എം വെരി സോറി, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, പറയത്തില്ല. കാരണം എൻ്റെ ദൈവം അവൻ ആരംഭത്തിങ്കൽ തന്നെ അവസാനത്തെയും നന്നായിട്ട് അറിയാവുന്നവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. കാരണം ഞങ്ങൾ നോക്കിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെയാണ്. അതുകൊണ്ട് വിളി കേട്ടിറങ്ങിയവരും ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റവരും ചില കംഫർട്ട് സോണുകളൊക്കെ പൊളിച്ച് പുറത്തു വന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കുക, ഹൃദയത്തിൽ കുറിക്കുക, ഉൾക്കൊള്ളുക, നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ വിളിച്ച ദൈവത്തിന് ഒരു പ്ലാനുണ്ട്, ഒരു പർപ്പസുണ്ട്. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തൻ, നിങ്ങളിൽ ആ നല്ല പ്രവർത്തികളെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. നോക്കിയേ, അങ്ങനെ ഇവർ പുറപ്പെട്ടു യാത്ര തിരിച്ചു. എന്തിനു വേണ്ടി? എന്തായിരുന്നു യേശുവിൻ്റെ പർപ്പസ്? ഉറപ്പായിട്ട് നമുക്ക് അതിവിടെ കാണാം. ഒരു ഭൂതഗ്രസ്തനെ, ഒരു ചെറുപ്പക്കാരനെ വിടുവിക്കാൻ വേണ്ടി മാത്രം യേശു കർത്താവ് ഈ കടൽ ക്രോസ് ചെയ്ത് ഗദരദേശത്തെത്തിയത്. ഒരാൾക്ക് വേണ്ടി കടൽ കടന്ന് തിരമാലകളെയും കാറ്റിനെയും ഒക്കെ അഭിമുഖീകരിച്ച് ഈ പ്രശ്നങ്ങളെയെല്ലാം താണ്ടി കർത്താവ് അവിടെ എത്തി. ഒന്ന് ഓർത്ത് നോക്കി, ഒരാൾക്ക് വേണ്ടി. വേറെ ഒന്നും യേശു അവിടെ ചെയ്തതായിട്ട് കാണുന്നതേയില്ല. ഒരു കാര്യം അവിടെ ചെയ്തില്ല, ഇവന് വേണ്ടി മാത്രമാണ് കർത്താവ് പോയത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ വായിക്കുമ്പോൾ യേശു കർത്താവ് ആ ശമരിയ പട്ടണത്തിൽ, ഒരു യഹൂദന് പോകാൻ പാടില്ലാത്ത, നിഷേധിക്കപ്പെട്ട, വിലക്കപ്പെട്ട ആ ശമരിയ പട്ടണത്തിൽ നട്ടുച്ച സമയത്ത് 12 മണിക്ക് പൊള്ളുന്ന വെയിലത്ത് ഒരു കിണറിൻ്റെ സൈഡിൽ മണിക്കൂറുകൾ നടന്ന് യേശുവിനെ ദാഹിച്ച് നടന്ന് യേശു കർത്താവ് ആ കിണറ്റുകരെ വന്നിരുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരൊറ്റ സഹോദരിക്ക് വേണ്ടിയാണ്. ജീവിതം തകർന്ന, ലക്ഷ്യബോധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട ആ ഒരൊറ്റ സഹോദരിയെ വിടുവിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് ശമരിയ പട്ടണത്തിൽ പോയത്. ഈ ഗദരദേശത്ത് കർത്താവ് പോയത് ഈ ഒരൊറ്റ ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, ഓരോ ആത്മാവും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മർക്കോസ് 8:36 പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു കർത്താവ് പറഞ്ഞത്, ഒരാത്മാവിൻ്റെ വില മുഴുലോകത്തേക്കാൾ വിലയുള്ളതാണ്. അപ്പോൾ താങ്കൾ അറിയണം, സിസ്റ്റർ ഇത് അറിയണം, ബ്രദർ ഇത് അറിയണം, ചെറുപ്പക്കാരൻ നിങ്ങളിത് അറിയണം, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. താങ്കൾ ദൈവത്തിന് വളരെ വിലയേറിയ വ്യക്തിയാണ്. താങ്കളുടെ ഒരു ആത്മാവ്, അല്ലെങ്കിൽ താങ്കളെന്ന് പറയുന്ന ആ ഒരു ആത്മാവിൻ്റെ വില
ദൈവം തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നത് മുഴു ലോകത്തേക്കാൾ വിലയാണ്. അപ്പം നിങ്ങൾ പറയും, എനിക്കാരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല, എനിക്കെൻ്റെ വീട്ടിലൊരു വിലയും കൽപ്പിക്കുന്നില്ല, എനിക്കെൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യ വീട്ടുകാർ ആരും എനിക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തോണം, നിങ്ങളിത് മനസ്സിലാക്കണം. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയ സർവശക്തനാകുന്ന ദൈവത്തിന് നിങ്ങൾ വിലയേറിയവനാണ്, നിങ്ങൾ മാന്യനാണ്, നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിന് നിങ്ങൾ വിലപ്പെട്ട വ്യക്തിയെ സഹോദര, കർത്താവിന് നിങ്ങൾ വിലപ്പെട്ട വ്യക്തിയെ സഹോദരി. ആ കാര്യത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് ഈ ചെറുപ്പക്കാരനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു, ആർക്കും അവനെ ചെങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടായിരുന്നു. അപ്പോൾ അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. അപ്പോൾ ഇപ്പോഴീ ചെറുപ്പക്കാരനെ നയിക്കുന്നതാരാ? ദുരാത്മാക്കളാണ്, ഭൂതശക്തികളാണ്, അശുദ്ധാത്മാവാണ്. നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ഒരു കാര്യം ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യനെ പിശാച് നടത്തിയാൽ അവൻ്റെ ജീവിതം എന്താകുമെന്നും, അതേ മനുഷ്യനെ യേശു കർത്താവ് വിടുവിച്ചാൽ അവൻ്റെ ലൈഫ് എന്താകുമെന്നും ഈ ഒരൊറ്റ ചെറുപ്പക്കാരനിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്, ഇവനെ ദുരാത്മാവ് നയിക്കുന്നത് കൊണ്ട് അവൻ്റെ പാർപ്പ്, അവൻ്റെ താമസം കല്ലറകളിലായിരുന്നു, സെമിട്രിയിലായിരുന്നു. സാധാരണ സെമിട്രി കിടക്കുന്ന ആരാ? മരിച്ചവരല്ലേ, മരിച്ചവരെ അടക്കുന്ന സ്ഥലമല്ലേ. പക്ഷേ ഇവൻ മരിച്ചില്ലല്ലോ, ഇവന് ജീവനില്ലേ. പക്ഷേ ഇവൻ്റെ പാർപ്പ് എവിടായിരുന്നു? കല്ലറയിലായിരുന്നു. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കിയേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ഭൂമിയിലെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് സെമിട്രി. അവൻ്റെ ആത്മാവ് ദൈവം ആക്കി വെച്ച സ്ഥലത്തെത്തിയിരിക്കും. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കും. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുന്ന, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം വിട്ടൊഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ ആത്മാവ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കും. അതാണ് ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രത്തിൽ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വരവ് വരെ നമ്മുടെ ഭൗതിക ശരീരം, ഈ മണ്ണാകുന്ന ശരീരം, മണ്ണിനോട് ചേരുന്ന ഒരു സെമിട്രി, ഒരു കല്ലറയുണ്ട്. നോക്കിയേ, അപ്പോൾ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ കല്ലറ എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. ഈ ഭൂമിയിൽ ഒടുവിലത്തെ സ്ഥലമാണ്. കല്ലറ വരെ ഭാര്യയ്ക്ക് വരാനൊക്കൂ, കല്ലറ വരെ ഭർത്താവിന് വരാനൊക്കൂ, കല്ലറ വരെ പാസ്റ്ററിന് വരാനൊക്കൂ, കല്ലറ വരെ വിശ്വാസികൾക്ക് വരാനൊക്കൂ, കല്ലറ വരെ പുരോഹിതന് വരാനൊക്കൂ, കല്ലറ വരെ എല്ലാവർക്കും വരാനൊക്കൂ. അതിനപ്പുറത്തോട്ട് നിങ്ങളുടെ കൂടെ വരാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ഓർക്കണം, ഇപ്പോൾ ഇവൻ്റെ പാർപ്പ് എവിടെയാണ്? കല്ലറയിലാണ് എന്ന് പറഞ്ഞാൽ എന്നാ എൻ്റെ അർത്ഥം? ഇപ്പോൾ അവൻ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റില്ല. പക്ഷേ ഇവൻ എവിടെ നിൽക്കേണ്ടതാണ്? ഇവൻ മാതാപിതാക്കൾക്ക്, ഈ ചെറുപ്പക്കാരൻ നല്ലൊരു മകനായിട്ട് വീട്ടിൽ ജീവിക്കേണ്ടതാണ്. അവൻ വിവാഹിതനാണെങ്കിൽ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കേണ്ടവൻ. അവന് ദൈവമക്കളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് നല്ലൊരു പിതാവായിട്ട് ജീവിക്കേണ്ടവന്. നോക്കി, മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി ജീവിക്കേണ്ടവൻ, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി ജീവിക്കേണ്ടവൻ, മക്കൾക്ക് നല്ലൊരു അപ്പനായി ജീവിക്കേണ്ടവൻ, സമൂഹത്തിന് നല്ലൊരു പ്രവർത്തകനായി ജീവിക്കേണ്ടവൻ ഇപ്പോൾ ഇരിക്കുന്ന എവിടെ? ഒന്നുമില്ലാത്ത, ആരോരുമില്ലാത്ത ഫിനിഷിംഗ് പോയിൻ്റായ സെമിട്രിയിൽ, കല്ലറയിൽ. ഇവനെ ആരാ അവിടെ എത്തിച്ചേ? ഇവൻ്റെ മേലുള്ള ദുരാത്മാക്കൾ, ഭൂതശക്തികൾ. അപ്പോൾ ഓർക്കുക, ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ പിശാച് സ്വാധീനിച്ചാൽ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ ഫിനിഷിങ്ങിലെത്തിക്കും. ഇതൊരു സത്യമായ കാര്യമാണ്. ഇന്ന് ഞാൻ പറയുമ്പോൾ ഓർക്കുക, റണ്ണിങ്ങിൽ നിൽക്കേണ്ട നിൻ്റെ ഫാമിലി ലൈഫിനെ ഡിവോഴ്സ് എന്ന ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചത് ദൈവമല്ല, പിശാചാണ്. നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട, മുന്നോട്ട് പോകേണ്ട നിൻ്റെ നന്മകളെ, അനുഗ്രഹങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞ് ഒന്നുമല്ലാത്ത പരുവത്തിൽ നിന്നെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചത് ദൈവമല്ല, പിശാചാണ്. അങ്ങനെയാണെങ്കിൽ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അത്രേ കള്ളൻ വരുന്നത്,
സാത്താൻ വരുന്നത്. എന്നാൽ മറുഭാഗത്ത് പറയട്ടെ, പിശാച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ച ഈ ചെറുപ്പക്കാരനെ യേശു സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നില്ലേ? യേശു റണ്ണിങ്ങിൽ കൊണ്ടുവന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന ഒരു കുടുംബത്തോട്, ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറയുന്നു, നിന്നെ പിശാച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, എല്ലാം കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി ഒന്നുമാകാൻ പറ്റാതെ നീ റണ്ണിങ്ങിൽ നിൽക്കേണ്ട വ്യക്തിയായിരുന്നു, കുതിച്ചുയരേണ്ട വ്യക്തിയായിരുന്നു, മുന്നോട്ട് പോകേണ്ട ആളായിരുന്നു, ഒന്നിനും കഴിയാതെ ശത്രു നിന്നെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചെങ്കിൽ, ആ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് യേശു കർത്താവിന് നിന്നെ സ്റ്റാർട്ടിങ്ങിൽ എത്തിക്കാൻ കഴിയും.